വായനയിൽ ഇന്ന് തഴച്ചു വളരുന്ന തൈകൾ എന്ന ചെറുകഥയിലെ ബാക്കി ഭാഗങ്ങൾ. എൻ്റെ മുന്നിലിരുന്ന് കണ്ണീർ വാർക്കുന്ന അജ്ഞാതനായ ഈ ചെറുപ്പക്കാരനോട് വേണമെങ്കിൽ ഇപ്പോൾ പറയാം, കുട്ടി, എൻ്റെ കണ്ണീർ മനസ്സിലാണ്. അത് പുറത്തു വരാതിരിക്കാൻ ഞാൻ ഈ മണ്ണിൽ കൊട്ടാരം പണിയുന്നു. നനഞ്ഞ മുഖവുമായി മുന്നിലിരിക്കുന്ന ഗൗതമനിലൂടെ ഞാനപ്പോൾ മറ്റൊരു ചെറുപ്പക്കാരനെ കണ്ടു. കോലൂത്ത് അടുക്കളപ്പണി കഴിഞ്ഞ് പകർച്ചയുമായി തിരിച്ചെത്തിയ അമ്മ, വിളമ്പിയ അന്നത്തിനു മുന്നിൽ ഇരിക്കുന്ന മകൻ. ഉരുളയുരുട്ടി ഉയർത്തുമ്പോഴേക്കും വിശപ്പ് കെടുന്നു. ഉരുളകൾ വെടിയുണ്ടകളാകുന്നു. എന്താ ഉണ്ണി? ഒന്നുമില്ല അമ്മേ, ഒന്നുമില്ല. പെയ്തു തോർന്ന ഗൗതമൻ വീണ്ടും എൻ്റെ മുന്നിൽ മനസ്സ് മലർക്കെ തുറന്നു. ഞാൻ സ്നേഹം എന്തെന്നറിഞ്ഞിട്ടില്ല സാർ. ഞാൻ ഗൗതമനെ നോക്കി മൗനത്തിൽ ചാരിയിരുന്നു. ഊഷരതയിൽ എങ്ങനെ ഒരു തൈ മുളച്ചു എന്ന് ഗൗതമൻ പറഞ്ഞു. അമ്മയെ മുക്കിൽ നിർത്തി ചവിട്ടുന്ന ഒരച്ഛൻ്റെ ചിത്രം. അമ്മ മരിച്ചതിൽ പിന്നെ അച്ഛനെ കണ്ടിട്ടില്ല. തറവാട്ടിൽ ഉണ്ണാനുള്ളതുകൊണ്ട് തെരുവുപട്ടിയായില്ല. സ്വത്തുതർക്കം നടക്കുന്ന വീട്ടിൽ എല്ലാ നാവുകളും നേതാക്കളാണ്. ഓരോരുത്തരും ഉന്നം വെച്ചുകൊണ്ടുള്ള നടത്തം. പുഞ്ചിരിയില്ല, മിണ്ടാട്ടമില്ല. ഒരാൾ മറ്റൊരാളെ തിരിച്ചറിയുന്നില്ല. സാറിൻ്റെ പ്രസംഗം എന്നെ സ്വാധീനിച്ചു. ഗൗതമൻ മുഖം തുടച്ചു. സാറിനുപയോഗിക്കാവുന്ന ഒരു കഥാപാത്രമായിരിക്കും ഞാൻ. ഗൗതമൻ യാത്ര പറഞ്ഞിറങ്ങുമ്പോഴേക്കും അയാൾ എൻ്റെ മനസ്സിൽ ഒരു മായാത്ത ചിത്രം ഉണ്ടാക്കിക്കഴിഞ്ഞിരുന്നു.